എല്ലാ ആത്മമിത്രങ്ങൾക്കും ഡോക്ടർ ലിമ പത്മനാഭയുടെ ആത്മനമസ്തേ. ഇതൊരു പ്രത്യേക വിഷയമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ വാട്സപ്പിൽ ശിവകുടുംബത്തിൻ്റെ ഇമേജ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിന് അയച്ചപ്പോൾ ആത്മീയമായി കുറച്ച് അറിയുന്നവരാണെങ്കിൽ പോലും എന്നോട് ചോദിച്ചു, ശിവഭഗവാന്റെ മടിയിലിരിക്കുന്ന ആ പെൺകുട്ടി ആരാണ്? അത് പലർക്കും അറിയുന്നില്ലല്ലോ എന്ന് അപ്പോഴാണ് എനിക്കൊരു ധാരണ വന്നത്. അത് മറ്റാരുമല്ല, മഹാദേവൻ്റെയും പാർവതീദേവിയുടെയും മകളായ അശോക സുന്ദരിയാണ് ഭഗവാന്റെ മടിയിരിക്കുന്ന അവരുടെ മകളായ ദേവി. അപ്പോൾ ആ ദേവിയെപ്പറ്റി നമുക്കിന്നൊന്ന് പറയാം. ആരാണ് അശോക സുന്ദരി? ശിവലിംഗം നമ്മൾ അമ്പലങ്ങളിൽ കണ്ടിട്ടുണ്ട് അല്ലേ? ശിവലിംഗത്തിനൊരു ബേസ് ഉണ്ട്, ആ ബേസിൽ ശിവലിംഗമുണ്ട്. അപ്പോൾ ആ ബേസും ലിംഗവുമായി ചേരുന്നിടത്ത് ജല അഭിഷേകം, തീർത്ഥാഭിഷേകം വരുമ്പോൾ ആ ജലം ഒഴുകി പോകുന്ന ഒരു ചാനലുണ്ട്. അതിങ്ങനെ ശിവലിംഗത്തിന് ചുറ്റും ഒഴുകി ഒരു ചാനലിൽ കൂടി ഒഴുകി പോകുന്നതിൽ ഒരു റിഡ്ജ് പോലെയുണ്ട്, ഒരു കുഞ്ഞു സ്ഥലം. ആ ചാനൽ ഒരു യോനി രൂപത്തിലാണ്. അതായത് ശിവ പാർവതി സങ്കല്പം, പ്രകൃതി പുരുഷ സങ്കല്പം, ഈ പ്രപഞ്ചത്തിൻ്റെ അമ്മയും അച്ഛനുമായി വരുന്ന ആ ഒരു സങ്കല്പമാണ് ശിവലിംഗത്തിൻ്റെ. അപ്പോൾ ആ ശിവലിംഗത്തിൻ്റെ രണ്ടുപേരുടെയും കുട്ടിയായ ആ അശോക സുന്ദരിയെ നമ്മൾ കണക്കാക്കുന്നത് ആ റിഡ്ജ് പോലെയാണ്. അതിന് പിണ്ടിക എന്നാണ് പറയുന്നത്. ആ പിണ്ടിക എന്ന് പറഞ്ഞൊരു മനുഷ്യൻ്റെ ശരീരത്തിലെ മുട്ടിന് താഴെയുള്ള ഭാഗം, പിൻഭാഗം, കാലിൻ്റെ പിൻഭാഗത്തിന് പിണ്ടിക എന്ന് പറയും. അത് കാഫ് മസിൽ, കാലിൽ നിവർന്ന് നിൽക്കാനും നടക്കാനും കാല് ഉയർത്താനും പൊക്കാനും ഒക്കെയും തന്നെയും വളരെ ആവശ്യമുള്ള ഒരു മസിലാണ് കാഫ് മസിൽ. അത് രണ്ടാം ഹൃദയം എന്നാണ് അതിനെ പറയുന്നത്. അത് ആരോഗ്യകരമായി ഇരുന്നാൽ മാത്രമേ നമ്മുടെ നാഡീവ്യൂഹ വ്യവസ്ഥകളായാലും രക്തചംക്രമണ വ്യവസ്ഥകളായാലും മാലിന്യത്തെ പുറന്തള്ളുന്ന വ്യവസ്ഥകളെയും ശരീരത്തിനകത്തുള്ളതെല്ലാം നോർമലായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ വളരെ ആരോഗ്യകരമായ ഒരു കാഫ് മസിൽ നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതിനെക്കൊണ്ട് തന്നെയാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്ന ഈ അമ്മയെ, അശോക സുന്ദരിയെ, പിണ്ടിക എന്ന് തന്നെ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഈ അശോക സുന്ദരിയുടെ ആവിർഭാവം എങ്ങനെയാണെന്ന് നോക്കാം. പണ്ട് കൈലാസത്തിൽ പാർവതിയും പരമശിവനും വിളങ്ങുമ്പോൾ ദേവി വളരെ ദുഃഖിതയായി കാണപ്പെട്ടു. അമ്മ പറയാണ്, ഗണപതി ആയാലും മുരുകനായാലും വളർന്ന് വലുതായി അവരൊക്കെ നമ്മെ വിട്ടൊക്കെ പോയി അവരവരുടെ സ്ഥലത്ത്. പക്ഷേ എനിക്കിപ്പോഴും ഒരു കുഞ്ഞിനെ വാത്സല്യമായിട്ട് കൊണ്ടു നടക്കണമെന്നും അതിനോട് കളിതമാശകൾ പറയാനും ആ ഒരു കുഞ്ഞിൻ്റെ ഓമനത്വം കാണാനും ഇപ്പോഴും ഒരു കൊതി ആവുന്നുണ്ട് എന്നിങ്ങനെ മഹാദേവനോട് പറഞ്ഞു. ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചു. എല്ലാം അറിയുന്ന നാഥന് പുഞ്ചിരിയല്ലേ ഉള്ളൂ. അപ്പോൾ അമ്മ പറഞ്ഞു, ലോകത്തെ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സുന്ദരമായൊരു സ്ഥലത്ത് എന്നെ ഒന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, പിന്നെന്താ, വരൂ നമുക്ക് നന്ദനവനത്തിൽ പോകാം. നന്ദനവനം എന്ന് പറയുന്ന ആ ഒരു കാനന ഭംഗിയുള്ള സ്ഥലമാണ്. അവിടെയാണ് കൽപ്പവൃക്ഷമുള്ളത്. എന്ത് സാധിച്ചാലും എന്താഗ്രഹിച്ചാലും അപ്പോൾ നമുക്ക് തരുന്ന ആണ് ഈ കൽപ്പവൃക്ഷം അല്ലേ? അപ്പോൾ അങ്ങനെ ആ കൽപ്പവൃക്ഷത്തിൻ്റെ അടുത്ത് ദേവിയെയും കൊണ്ടുപോയി ആ നന്ദനവനത്തിൽ രണ്ടുപേരും വളരെ സന്തോഷിച്ച് ക്രീഡിച്ച് നടന്നു. അപ്പോൾ മഹാദേവനും പാർവതിയും ആ കൽപ്പവൃക്ഷത്തിൽ ഒന്ന് തൊട്ടപ്പോൾ പാർവതീദേവി ആഗ്രഹിച്ചു, എനിക്ക് ഏറ്റവും അനുയോജ്യമായ എൻ്റെ ഒരു കുഞ്ഞു മോളായിട്ട് എനിക്ക് എൻ്റെ എല്ലാ ദുഃഖങ്ങളും മാറ്റുന്ന ഒരു മകളെ എനിക്ക് കിട്ടണം. അപ്പോൾ തന്നെ അതാ കയ്യിലൊരു മകളുമായി. അതുകൊണ്ടാണ് ശോകം മാറ്റുന്ന, അതാണ് ആ ശോകം മാറ്റുന്ന സുന്ദരിയായ കുട്ടി. അതുകൊണ്ടാണ് അശോക സുന്ദരി. നമ്മളും ആ ദേവിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദുഃഖങ്ങളൊക്കെ മാറുമെന്നാണ് പത്മപുരാണത്തിൽ പറയുന്നതാണിത്. സനാതനധർമ്മങ്ങളിൽ ഹിന്ദുമതത്തിൽ പത്മപുരാണത്തിലാണ് ഈ അശോക സുന്ദരിയെപ്പറ്റി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പൂർണ്ണമായും ദേവിയെ ആരാധിച്ചാൽ നമുക്കതിനുള്ള ഫലം കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ
ഈ അശോകസുന്ദരി കുഞ്ഞുനാളിൽ ഈ നന്ദനവനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരുമൊത്ത്. അവിടെയാണ് ഹുദ എന്ന് പറയുന്നൊരു രാക്ഷസൻ വന്നു ചേരുന്നത്. അമ്മയെ കണ്ടു, ഈ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ആകർഷനായി. അപ്പോൾ ഒന്ന് ചോദിച്ചു, ഇനി എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞപ്പോൾ ദേവി പറഞ്ഞു, ഇല്ല, എൻ്റെ അച്ഛനും അമ്മയും ചന്ദ്രവംശ സാമ്രാജ്യത്തിലെ നഹുഷൻ എന്ന ഒരാളെയാണ് എനിക്ക് വിവാഹം കഴിക്കാൻ നിശ്ചയിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വേറെ ആരെയും ചിന്തിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് അദ്ദേഹത്തിന് വളരെ കോപം വന്നു. അസുരനാണ്. പിന്നെ എന്ത് ചെയ്തു? വേഗം വേഷം മാറി ഒരു വിധവയുടെ രൂപത്തിൽ അശോകസുന്ദരിയുടെ മുമ്പിലെത്തി. എന്നിട്ട് പറയുകയാണ്, എൻ്റെ ഭർത്താവ് ഒരു അസുരനുമായിട്ടുള്ള യുദ്ധത്തിൽ മരിച്ചുപോയി, എനിക്കിപ്പോൾ ആരുമില്ല എന്നെ നോക്കാനൊന്നും. ഞാൻ ദേവിയുടെ കൂടെ ദേവിയുടെ ആശ്രമത്തിലോട്ട് വന്നോട്ടെ. പിന്നെന്താ, വന്നോളൂ എന്ന് പറഞ്ഞു. അവിടെ ആശ്രമത്തിലെത്തുമ്പം ഇതെല്ലാം അറിയുന്ന അമ്മയാണ് അശോകസുന്ദരി. അശോകസുന്ദരി തൻ്റെ ദിവ്യത്വത്തിന് കൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കി അവനോട് പറഞ്ഞു, നീ എന്നെ ചതിക്കാൻ ശ്രമിച്ചവനാണ്. നീ വേഷപ്രച്ഛന്നനായി എൻ്റെ മുന്നിൽ വന്ന് എന്നെ ചതിയിൽപ്പെടുത്താൻ ശ്രമിച്ചതുകൊണ്ട് ഞാനിതാ നിന്നെ ശപിക്കുകയാണ്. എൻ്റെ ഭർത്താവായി വരുന്ന ആ നഹുഷൻ്റെ കൈകൊണ്ട് നിൻ്റെ അന്ത്യം സംഭവിച്ചിരിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അമ്മ കൈലാസത്തിലേക്ക് പോയി. കൊച്ചുകുട്ടിയാണല്ലോ, വളർന്ന് വരുന്നതേ ഉള്ളൂ. കൈലാസത്തിലേക്ക് പോയി കൂട്ടുകാരൊക്കെ ആയിട്ട്. ഈ ഹുദ എന്ന അസുരൻ ഇതൊരു ഭയങ്കര ദേഷ്യമായി കൊണ്ട് നടന്നു. ഞാൻ ആഗ്രഹിച്ച കുട്ടിയാണ്, അവളെ എനിക്ക് കിട്ടിയില്ല. എന്നാൽ പിന്നെ ബാല്യകാലത്ത് ഇരിക്കുന്ന ഈ നഹുഷനെ തന്നെ തട്ടിക്കൊണ്ടുപോയി അപായപ്പെടുത്തി കളയാം, ഇനി അവനെ ബാക്കി വെക്കില്ല എന്ന് വിചാരിച്ച് ഈ അസുരൻ വന്ന് വേഷം മാറി നഹുഷനെ ചെറിയ പ്രായത്തിൽ തന്നെ തട്ടിയെടുത്തു. പക്ഷേ അതിൽ ഒരു ദാസി കുട്ടിയുണ്ടായിരുന്നു. ആ സ്ത്രീ ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി വസിഷ്ഠമുനിയുടെ അടുത്ത് കൊണ്ട് നിർത്തി എന്നുള്ളതാണ്. വസിഷ്ഠമുനിയുടെ സംരക്ഷണത്തിൽ. അങ്ങനെ അവിടുന്ന് വളർന്നു വന്നപ്പോൾ നഹുഷ രാജാവ് ഈ കഥകളൊക്കെ മനസ്സിലാക്കി. ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം എന്തായാലും യുദ്ധത്തിൽ ഹുദ എന്ന അസുരനെ നശിപ്പിച്ചേ പറ്റുള്ളൂ എന്നൊരു തീരുമാനം എടുക്കുകയും ചെയ്തു. അങ്ങനെ ആ സമയത്ത് ഈ ഹുദ എന്ന് പറയുന്ന അസുരൻ അശോകസുന്ദരിയെ തട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അശോകസുന്ദരിയോട് പറഞ്ഞു, നീ വലിയ കാര്യമായിട്ട് നടക്കുന്നതിന് വിവാഹം കഴിക്കുന്നൊക്കെ വിചാരിക്കുന്ന ആ നഹുഷനെ ഞാൻ വധിച്ചു കളഞ്ഞു, അവനിനി ബാക്കിയില്ല. അത് കേട്ട അമ്മ അങ്ങ് ഭയങ്കര ദുഃഖിതയായി. അശോകസുന്ദരി ദുഃഖിതയായിരുന്നു. അപ്പോഴൊരു കിന്നര ദമ്പതികൾ, കിന്നര ഗന്ധർവ അങ്ങനെയൊക്കെ കുറച്ച് കിന്നര ഗന്ധർവ ചാരന്മാർ, സിദ്ധചാരന്മാരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ആ ഒരു കിന്നര ദമ്പതികൾ ഇവിടെ വന്ന് അശോകസുന്ദരിയോട് പറഞ്ഞു, അമ്മ വിഷമിക്കണ്ട, നഹുഷ രാജാവ് മരണപ്പെട്ടിട്ടില്ല, ഞങ്ങൾ ഇതാ ഒരു അനുഗ്രഹവും തരുന്നു. അവിടത്തേക്ക് നഹുഷ രാജാവിൽ നിന്ന് ഒരു പുത്രനും, യയാതി എന്ന പുത്രനും 100 പുത്രിമാരും ഉണ്ടാവുമെന്ന് ഇതാ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. വിവാഹം നഹുഷനുമായിട്ട് തന്നെ നടന്നിരിക്കും, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്നും പറഞ്ഞ് അനുഗ്രഹിച്ചു. ആ സമയം അവർ പറഞ്ഞതുപോലെ തന്നെ കഠിനമായ യുദ്ധത്തിൽ ഹുദ അസുരനെ നഹുഷ രാജാവ് തോൽപ്പിച്ച് ആ തടവിൽ നിന്ന് ദേവിയെ അശോകസുന്ദരിയെ വീണ്ടെടുക്കുകയും ചെയ്തു, വിവാഹം കഴിക്കുകയും ചെയ്തു. ഇതാണ് അശോകസുന്ദരിയുടെ കഥ എന്ന് നമ്മൾ പറയുന്നത്. അശോകസുന്ദരിയെ ഇന്നും ബാലത്രിപുര സുന്ദരിയായി ഒരുപാട് ക്ഷേത്രങ്ങളിൽ ആരാധിക്കുന്നുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് കരിക്കകം ക്ഷേത്രത്തിൽ 3 നട തുറക്കുക എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട്. കരിക്കകത്തമ്മയുടെയും ബാലഭദ്രയുടെയും ത്രിപുരസുന്ദരിയുടെയും നട ഒരേ സമയം തുറക്കുക എന്ന് തുറപ്പിക്കുന്ന ഒരു വഴിപാട് തന്നെയാണ്. എപ്പോഴും തുറക്കുന്ന നടയല്ല അത് തുറപ്പിക്കുന്നത്. അതിലൊന്ന് ബാലത്രിപുര സുന്ദരിയും കൂടെയാണ്. മധ്യപ്രദേശിൽ ജബൽപൂരിൽ ത്രിപുരസുന്ദരി എന്ന ക്ഷേത്രമാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് മഹാദേവൻ്റെയും പാർവതിയുടെയും മകളായ അശോകസുന്ദരിയുടെ കഥ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു തരണം എന്നെനിക്ക് ഒരു ആഗ്രഹം വന്നു, അതുകൊണ്ട് പറഞ്ഞതാണ്. എല്ലാവർക്കും ഇത് കേട്ടിരിക്കുന്നവർക്കും എനിക്കും എല്ലാവർക്കും ത്രിപുരസുന്ദരിയുടെ, ബാലത്രിപുരസുന്ദരിയുടെ, അശോകസുന്ദരിയുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ആ ഒരു ആശീർവാദവും അമ്മയുടെ കാരുണ്യവായ്പും എന്നും സന്തോഷമായിരിക്കാനുള്ള നമ്മുടെയൊക്കെ ശോകമകറ്റി ആ ശോകസുന്ദരിയായി നമ്മൾക്കെല്ലാ അനുഗ്രഹങ്ങളും തന്ന് നമ്മുടെ കൂടെ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്തേ.